നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് ശേഷം കാർലോ ആഞ്ചലോട്ടി ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തു ESPN-ന്. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കുറേ താരങ്ങളുടെ ബ്രസീൽ ടീമിനോടൊപ്പമുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. CBF കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അതിൽ ആഞ്ചലോട്ടി പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മൾ പുതിയൊരു ടീമിനെ അസംബിൾ ചെയ്യും. പുതിയ ടീമിനെ അസംബിൾ ചെയ്യും എന്ന് പറയുമ്പോൾ പഴയ പലരും പുറത്താകും. പഴയ സ്ക്വാഡിലുണ്ടായിരുന്ന ചിലരെ നിലനിർത്തും. ഇനിയും സെലക്കാവോക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്ലെയേഴ്സിൻ്റെ ഒരു ജനറേഷൻ്റെ അവസാനമാണ്. അത് നെയ്മറിൽ തുടങ്ങുന്നു, ഡാനിലോയിലേക്കും കാസമിറോയിലേക്കും ഒക്കെ കടക്കുന്നു. ആ പ്ലെയേഴ്സ് അതായത് 30 വയസ്സിന് മുകളിൽ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന താരങ്ങൾ, അവരുടെ ബ്രസീൽ ടീമിനോടൊപ്പമുള്ള കരിയർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 30 വയസ്സിന് മുകളിൽ ആരൊക്കെ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നോ അവരുടെയൊക്കെ കരിയർ ഇവിടെ, വേൾഡ് കപ്പ് കരിയർ അല്ലെങ്കിൽ ദേശീയ ടീമിനോടൊപ്പമുള്ള കരിയർ ഇവിടെ അവസാനിക്കുകയാണ്. നെയ്മറുടെ പേരെടുത്ത് പറയുന്നു, ഡാനിലോയുടെ പേരെടുത്ത് പറയുന്നു, കാസമിറോയുടെ പേരെടുത്ത് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുകയാണ്, നമ്മൾ പുതിയ താരങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആരെയൊക്കെ ദേശീയ ടീമിലേക്ക് എടുക്കാൻ പറ്റും എന്ന് നമ്മൾ പരിശോധിക്കും. എന്നിട്ട് ഞാൻ 2030 വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, പക്ഷേ ഈ ഒരു അപ്കമിങ് ഇവൻ്റ്, അടുത്ത മത്സരങ്ങൾ മുതൽ ടീമിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ആരൊക്കെയാണ്, അവരെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ 2028 കോപ്പ അമേരിക്കയുണ്ട്, അതിലേക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള താരങ്ങളെയാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുക എന്നുകൂടി കാർലോ ആഞ്ചലോട്ടി പറയുമ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. കുറേ വെറ്ററൻ താരങ്ങൾ പുറത്താകും. അതിൽ നെയ്മർ പുറത്താണ്, ഡാനിലോ പുറത്താണ്, കാസമിറോ പുറത്താണ്. മാർക്കിഞ്ഞസിനെ പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഇനിയും കുറച്ച് നാളുകൾ കൂടി ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള കുറച്ച് താരങ്ങളുണ്ട്, അവരെ നിലനിർത്തും. പക്ഷേ 30 വയസ്സ് കഴിഞ്ഞ, ഓൾറെഡി വേൾഡ് കപ്പിൽ 30 വയസ്സ് കഴിഞ്ഞ താരങ്ങളൊക്കെ പുറത്തേക്കാണ്. നെയ്മർ ഓൾറെഡി എന്തായാലും വിരമിക്കൽ ഇപ്പം തന്നെ പറഞ്ഞ് കഴിഞ്ഞതുമാണല്ലോ. അപ്പോൾ കാസമിറോക്ക് മുന്നിൽ വാതിൽ കുട്ടിയടക്കപ്പെടുന്നു, ഡാനിലോ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ ബ്രസീൽ ആരാധകർ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.